സോളമനെ അന്വേഷിച്ച് പോയ സണ്ണിയുടെ മിഴികൾ മരിയയുടെ മിഴികളെയും കണ്ടിരുന്നു. മോനെ സോളമ, ദേ പപ്പയും മമ്മിയും വന്നിരിക്കുന്നു. ആനി പറഞ്ഞപ്പോൾ തന്നെ ഒരു ഷോർട്ട്സും പെന്നിനും അണിഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ സോളമൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് കാണെ മരിയയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം അനുഭവപ്പെട്ടു. ചിരിയോടെ താഴെ ഇറങ്ങി വരുന്നവനിൽ തന്നെയായിരുന്നു അവളുടെ രണ്ട് മിഴികളും. ഒരു ഭയത്തോടെയാണ് ആ ഒരു കാഴ്ച സണ്ണി കണ്ടത്. നീ ഉറക്കമായിരുന്നോടാ? അവനെ കണ്ടപാടെ എഴുന്നേറ്റുകൊണ്ട് അമല ചോദിച്ചു. വേറെന്ത് ചെയ്യാനാ, യാത്രയുടെ ക്ഷീണമൊന്ന് മാറണ്ടേ? ഞാൻ നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ചു. മമ്മി കോലം കേട്ടല്ലോ, വേഗം പോയി കുളിച്ച് കഴിച്ചിട്ട് കുറച്ചു നേരം കിടക്കാൻ നോക്ക്. അമലയുടെ മുഖത്തേക്ക് നോക്കി കരുതലോടെ പറഞ്ഞു. പപ്പ ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? സണ്ണി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവനല്ലെങ്കിലും പണ്ടു മുതലേ മമ്മി മോനല്ലേ? ആനി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചിരുന്നു. പപ്പയും ആകെ ടയേർഡായിട്ടുണ്ട്, മുഖം കാണുമ്പോൾ അറിയാം. നന്നായി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ശരി, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം. നീ ഏതായാലും കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, നാളെ രാവിലെ തന്നെ നമുക്ക് പോകണം. അപ്പോൾ വല്യമ്മച്ചിയെ കാണാൻ ഇനി പോകുന്നില്ലേ? പോകുന്ന വഴിക്ക് നമുക്ക് ആശുപത്രിയിൽ കയറിയൊന്ന് കാണാം, പിന്നെ മരിയയുടെ വീട്ടിലും കയറണ്ടേ? ആ വഴിക്ക് എൻ്റെ വീട്ടിലും. അതൊക്കെ കഴിഞ്ഞ് നാളെ ഈവനിങ് ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, സണ്ണി പറഞ്ഞു. ഓക്കെ, കൂളായി പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. പോകുന്നതിനിടയിൽ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ മരിയൊന്ന് നോക്കി കണ്ണടച്ച് കാണിക്കുകയും ചെയ്തിരുന്നു. മുറിയിലേക്ക് എത്തിയതും അമല ആദ്യം അലക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നടത്തുന്നത്. ജനലിലൂടെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്ന സണ്ണിയെ കണ്ടപ്പോൾ അവൾക്ക് സംശയം തോന്നി. അയാളുടെ ചുമലിലൊന്ന് തൊട്ടുകൊണ്ട് അവൾ ചോദിച്ചു. എന്താ വലിയൊരു ആലോചന? കുറേ നേരം ആയല്ലോ. ഒന്നുമില്ല, നമ്മൾ ചെന്നിട്ട് വേണം മരിയയ്ക്ക് ഹോസ്റ്റൽ എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ, സണ്ണി പറഞ്ഞു. അതിന് ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. 1 മാസം കൂടി കഴിഞ്ഞാലേ ഹോസ്റ്റലിൽ കിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതുവരെ അവൾ നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്കട്ടെ. സത്യം പറഞ്ഞ് അവളെ ഹോസ്റ്റലിൽ നിർത്തണമെന്ന് എനിക്കില്ല. എനിക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കാൻ അവൾ വീട്ടിലുള്ളത് തന്നെയല്ലേ നല്ലത്. ഒരു പാവം കൊച്ചല്ലേ അത്, അമല പറഞ്ഞു. അതൊക്കെ ശരിയാ, പക്ഷെ ഒരിക്കലും പ്രായപൂർത്തിയായ രണ്ടുപേരെ ഒരുമിച്ച് നിർത്തുന്നത് ശരിയല്ല, സണ്ണി പറഞ്ഞു. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അമല സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ സോളമൻ്റെയും ആ കുട്ടിയുടെയും കാര്യം തന്നെയാണ് പറഞ്ഞത്. എപ്പോൾ നോക്കിയാലും അവനെ ഇങ്ങനെ കുറ്റം പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അവൻ അങ്ങനെയൊന്നും ആ കൊച്ചിനോട് ചെയ്യത്തില്ല. ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവളുടെ അവസ്ഥകളും പ്രശ്നങ്ങളും ഒക്കെ, അമല പറഞ്ഞു. അവൻ്റെ മാത്രമല്ല, അവളുടെയും പ്രായം ശരിയല്ല. കൊച്ചു പെങ്കൊച്ചാണ്, കൗമാരമാണ്, പല ആഗ്രഹങ്ങളും മനസ്സിൽ തോന്നുന്ന പ്രായം. നമ്മുടെ മോനും അത്ര നല്ല കൂട്ടത്തിലൊന്നും അല്ലല്ലോ. അവനൊന്ന് ചിരിച്ചു കാണിച്ചാലോ അടുത്തിടപഴകിയാലോ ആ കൊച്ചിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആശ കയറിയാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അവരെ അങ്ങനെ ഒരുമിച്ച് നിർത്തുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്റ്റൽ ശരിയാക്കി മരിയെ അങ്ങോട്ട് മാറ്റുന്നതാണ് നല്ലത്. നിങ്ങൾ അവനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ആ കൊച്ചിനെക്കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. അവൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ചെയ്യുമെന്നും തോന്നുന്നില്ല. എടി, ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ മനസ്സിനെക്കുറിച്ച് നിനക്കെന്തറിയാം? ചരട് പൊട്ടിയ പട്ടം പോലെയാണ് ഈ പ്രായം. സൂക്ഷിച്ചില്ലെങ്കിൽ തൂക്കിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അത്രയും പറഞ്ഞ് സണ്ണി ഷർട്ട് അഴിച്ചുകൊണ്ട് കുളിക്കാനായി തയ്യാറെടുത്തപ്പോൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കായിരുന്നു അമല. അന്നത്തെ രാത്രി സോളമനും മരിയയ്ക്കും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആരും കാണാതെ അവളുടെ കൈകളിലൊന്ന് പിടിക്കുകയും കണ്ണുകൾ കൊണ്ട് താനൊപ്പം ഉണ്ടെന്നൊരു ആംഗ്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സോളമൻ. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവനെ നോക്കാതിരിക്കാൻ കഴിവതും മരിയ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നോട്ടമറിയാതെ അവിടേക്ക് തന്നെയാണ് ചെല്ലുന്നത്. എന്തു ചെയ്യാൻ സാധിക്കും? ഇടയ്ക്കിടെ തന്നെയും അവനെയും മാറി മാറി നോക്കുന്ന സണ്ണിയുടെ കണ്ണുകൾ അവൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ നോക്കാതിരിക്കാനാണ് അവൾ ശ്രദ്ധിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതോടെ അടുക്കളയിൽ അമലയും ആനയും വർത്തമാനത്തിലായി. പാത്രങ്ങളൊക്കെ കഴുകി മരിയയും അടുക്കളയിൽ തന്നെയായിരുന്നു. കിടക്കും മുൻപ് അവളെ ഒന്ന് കാണണമെന്ന് സോളമൻ ഉണ്ടായിരുന്നു. എന്തു പറഞ്ഞ് അടുക്കളയിലേക്ക് കയറി ചെല്ലും. വീട്ടിലാണെങ്കിൽ മമ്മിയോട് എന്തെങ്കിലും പറയാനാണെന്നും പറഞ്ഞ് ചെല്ലാം. ഇതിപ്പോൾ അതും പറ്റില്ല. അവസാനം വെള്ളം വാഷ് ബേസിനിൽ ഒഴിച്ചു കളഞ്ഞതിന് ശേഷം കാലി ജഗ്ഗുമായി അവൻ അടുക്കളയിലേക്ക് ചെന്നിരുന്നു. കുറച്ച് വെള്ളം നിറച്ച് തന്ന മമ്മി. അവൻ്റെ ശബ്ദം കേട്ടതും ഏറെ ഉത്സാഹത്തോടെ തിരിഞ്ഞു നോക്കായിരുന്നു മരിയ. ആ നിമിഷം തന്നെ അവൻ കണ്ണുകൾ കൊണ്ട് ഉറങ്ങാൻ പോവുകയാണെന്ന് അവളോട് പറഞ്ഞിരുന്നു. അവൾ മൗനമായി സമ്മതം നൽകുകയും ചെയ്തിരുന്നു. അവർക്ക് രണ്ടുപേർക്കും മാത്രം മനസ്സിലാവുന്ന ഒരജ്ഞാതമായ ഭാഷ അവിടെ ഉടലെടുക്കുകയായിരുന്നു. പ്രണയത്തിന് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാന്ത്രികമായ ലിപി. ജഗ്ഗുമായി തിരികെ പോകുമ്പോൾ രണ്ടുപേരുടെയും മനസ്സ് ശാന്തമായിരുന്നു. ഉറങ്ങും മുൻപൊന്ന് കാണണമെന്ന് രണ്ടുപേരും അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. അന്നത്തോടെ രാത്രിയിൽ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് മരിയയും ഉറങ്ങാൻ കിടന്നത്. ജീവിതത്തിൽ ആദ്യമായി ഒരു വിവാഹവും കുടുംബജീവിതവും ഒക്കെ അവൾ സ്വപ്നം കണ്ടു. ഇന്ന് വരെ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല.
പക്ഷേ ഇപ്പോൾ ജീവിതത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം തോന്നുന്നുവെന്ന് അവൾക്കും തോന്നിയിരുന്നു. ആ രാത്രി ഉറങ്ങാൻ അവൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് നേരത്തെ തന്നെ അവൾ ഉണർന്നു. ആനിക്കൊപ്പം അടുക്കളയിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും മറ്റും കൂടെ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമലയും എഴുന്നേറ്റ് വന്നിരുന്നു. പിന്നീട് 3 പേരും കൂടി വർത്തമാനം പറച്ചിലും ഭക്ഷണമുണ്ടാക്കലും ഒക്കെയായി. അങ്ങനെ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ പോകാൻ റെഡിയായിരുന്നു. പോകും മുൻപ് ആനി ഒരു കവറിൽ കുറച്ചധികം തുണികൾ എടുത്തുകൊണ്ട് മരിയയുടെ കൈകളിലേക്ക് കൊടുത്തു. ഇതൊക്കെ എൻ്റെ ചുരിദാറാണ്. ഒരുപാട് ഇട്ടിട്ടൊന്നുമില്ല. 1-2 വട്ടം ഇട്ടതേ ഉള്ളൂ. കൊച്ചിന് നല്ല ഡ്രസ്സൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് കയ്യിലിരിക്കട്ടെ. കോളേജിലൊക്കെ പോകുമ്പോൾ ഉപകരിക്കും. അതിനകത്ത് ഇടാത്തതുണ്ട് കേട്ടോ. 2 വലിയ കവറിൽ നിറയെ തുണി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ആനി പറഞ്ഞു. സന്തോഷത്തോടെ അവളത് കൈകളിൽ വാങ്ങി. എന്നാൽ ആ സമയം സോളമന്റെ മുഖത്ത് ദേഷ്യമല തല്ലുന്നത് അവൾ കണ്ടിരുന്നു. കാരണം എന്താണെന്ന് അവൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു വാക്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ ആദ്യം തന്നെ ഇറങ്ങി. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. മരിയയുടെ മുഖത്തേക്ക് പോലും അവൻ നോക്കിയില്ല. ദേഷ്യത്തിൽ ചുവന്നിരിക്കുകയാണ് മുഖം. എന്താണ് കാര്യമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ അവന്റെ ദേഷ്യം നിറഞ്ഞ മുഖം അവളിൽ ഒരു അസ്വസ്ഥത നിറച്ചിരുന്നു. അവനെ എന്തൊക്കെയോ ചോദിക്കുന്നതിന് മറുപടി പറയുന്നു എന്നല്ലാതെ വലിയ സംസാരങ്ങളൊന്നും തന്നെ സോളമനിൽ നിന്നും ഉണ്ടായില്ല. ഇടയ്ക്കിടെ അവൾ അവനെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മനഃപൂർവ്വം കാണാത്ത പോലെ അവൻ ഡ്രൈവിംഗ് സീറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പിണക്കം തന്നോട് തന്നെയാണെന്ന് മരിയയ്ക്ക് മനസ്സിലായി. എന്തിനാണ് അവൻ തന്നോടൊരു ദേഷ്യം കാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. കാര്യം എന്തെന്നറിയാത്ത രീതിയിൽ തന്നെ അവൻ അവളെ നോക്കി. ഇടയ്ക്ക് കരിക്ക് കണ്ടപ്പോൾ വണ്ടി നിർത്താൻ അമല പറഞ്ഞു. എല്ലാവർക്കും കരിക്ക് വാങ്ങിക്കൊണ്ട് വന്നതും അവനാണ്. അവൾക്ക് നേരെയും ഒരെണ്ണം നീട്ടിയിരുന്നു. അവൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്പം രൂക്ഷമായി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കൈകളിലേക്ക് കരിക്ക് കൊടുത്തു. പിന്നീട് കുടിക്കാതെ അവൾക്ക് തരമുണ്ടായിരുന്നില്ല. അവൻ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ. ഇതിനിടയിൽ വീടെത്തിയതൊന്നും അവൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് സത്യം. പുറത്തേക്ക് അമല ഇറങ്ങിയപ്പോഴാണ് തൻ്റെ വീട്ടിൽ വന്നുവെന്ന സത്യം മരിയ മനസ്സിലാക്കുന്നത്. അതുവരെ ചിന്തകളിൽ സോളമൻ മാത്രമായിരുന്നു. പെട്ടെന്ന് ശരീരത്തിലേക്ക് ഒരു ഭയം അരിച്ചു കയറാൻ തുടങ്ങി. ഇവിടെ വരുമ്പോൾ മാത്രം താൻ നിസ്സഹായയാകുമെന്ന് അവൾ ചിന്തിച്ചു. സ്വന്തം വീട്ടിലേക്ക് വലിയ ഭയത്തോടെ വരുന്ന ഏക വ്യക്തിയും താനായിരിക്കുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടിരുന്നു ഉമ്മറത്ത് തങ്ങളെ കാത്തു നിൽക്കുന്ന ബെറ്റിയെ. ഒപ്പം തന്നെ കൂടെ ജോണുമുണ്ട്. തന്റെ അരികിലേക്ക് വരാൻ പോലും സാധിക്കാതെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ നിൽക്കാണ് ബെറ്റി. ഇടയ്ക്ക് ജോണിനെ നോക്കുന്നുണ്ട്. അവിടെ നിന്നൊരു മൗനാനുവാദം കിട്ടിയാൽ മാത്രമേ തന്റെ അരികിലേക്ക് വരാൻ സാധിക്കൂ. സണ്ണിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ജോൺ ചെയ്യുന്നത്. ഗൗരവത്തിൽ തന്റെ മുഖത്തേക്കും ഒന്ന് നോക്കി ശേഷം സണ്ണിയുടെ അരികിലേക്ക് വന്ന അയാൾക്ക് നേരെ ഹസ്തദാനം നൽകി. ആ സമയത്ത് ബെറ്റി ഇറങ്ങി വന്നിരുന്നു. ആദ്യം അമലയുടെ അടുത്തേക്കാണ് ചെന്നത്. തന്റെ അരികിലേക്ക് ആദ്യം ഇറങ്ങി വന്നാൽ ജോണിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ശേഷം ജോണിനെ ഒന്ന് നോക്കി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കി തന്റെ അരികിലേക്ക് വന്നു. അത് കഴിഞ്ഞ് മുഖത്തൊക്കെ ഒന്ന് തലോടി. അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ് അപ്പോൾ തോന്നിയത്. തന്നെ ഒന്ന് തലോടാൻ പോലും സ്വന്തം ഭർത്താവിന്റെ അനുവാദം അമ്മയ്ക്ക് വേണമെന്ന് അവൾ ചിന്തിച്ചിരുന്നു. തന്നേക്കാൾ വലുത് അദാഹമാണെന്ന് തന്നെയാണല്ലോ അതിനർത്ഥം. അല്ലെങ്കിലും അമ്മയ്ക്ക് എപ്പോഴും വലുത് തന്നേക്കാൾ അദ്ദേഹം തന്നെയായിരുന്നു. എന്നും 2ാം സ്ഥാനം നൽകിയിട്ടുള്ളത് തനിക്കാണല്ലോ. അകത്തു നിന്നും ആ നിമിഷം തന്നെ ജോണിന്റെ സഹോദരിയും മകളും ഇറങ്ങി വന്നിരുന്നു. അവർ കൂടി ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും അമ്മ തന്നോട് ഇത്രയും അകൽച്ച കാണിച്ചതെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ജോണിച്ചായന്റെ പെങ്ങളും മോളുമാണ്. നീ കണ്ടിട്ടില്ലല്ലോ? അമലയോടായി ബെറ്റി പറഞ്ഞു. ഇല്ല, നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അമല ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്? ജോണിന്റെ സഹോദരി ജെസ്സി ചോദിച്ചു. ഞങ്ങൾ ഇന്നലെയാ വന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ കയറി അമ്മച്ചിയും കണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അതും കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. ഹോസ്പിറ്റലിൽ തന്നെ ഒരേ ഇരിപ്പായിരുന്നു. അമല പറഞ്ഞു. ഇവിടുന്ന് പോയപ്പോഴേക്കും ഇവളങ്ങ് വണ്ണം വെച്ചല്ലോ. താല്പര്യമില്ലാതെ മരിയയുടെ മുഖത്തേക്ക് നോക്കി ജോണിയുടെ സഹോദരിയായി ജെസ്സി പറഞ്ഞു. ആ നിമിഷം തന്നെ അവരെ ഒന്ന് രൂക്ഷമായ രീതിയിൽ സോളമൻ നോക്കിയിരുന്നു. അവരുടെ സംസാരത്തിൽ തന്നെ അവൾക്ക് നൽകുന്ന വില മനസ്സിലാക്കാൻ സാധിക്കും. ഇവർക്ക് ഹോസ്പിറ്റൽ ക്യാൻറ്റീനില ഉച്ചയ്ക്കത്തെ ഫുഡ്. നമ്മൾ കഴിക്കുന്ന പോലത്തെ ആഹാരമൊന്നുമല്ല. നെയ്യൊക്കെ കൂടുതലിട്ട ചോറൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും. അമല പറഞ്ഞു. അവിടെ അമല ഇവളെ സഹായിക്കോ അല്ലോ ചെയ്യോ? അതോ എപ്പോഴും പഠിത്തമാണെന്ന് പറഞ്ഞ് മാറിയിരിപ്പാണോ പണി? ജോലിയൊക്കെ ചെയ്യാൻ വലിയ മടിയാ. പിന്നെ ഇവിടെ ബെറ്റിക്ക് ഇവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന ആഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നറിയണ്ടേ? ഒരു പുച്ഛഭാവത്തോട് അവരത് പറഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സോളമന് സാധിച്ചിരുന്നു. അവന്റെ മുന്നിൽ വെച്ച് അവരങ്ങനെയൊക്കെ പറഞ്ഞത് വല്ലാത്ത നാണക്കേട് പോലെ മരിയയ്ക്കും തോന്നി. എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കായിരുന്നു അവൾ. ഒരു നിമിഷം സോളമന് ദേഷ്യം തോന്നിയത് ബെറ്റിയോടാണ്. സ്വന്തം മകളെക്കുറിച്ചാണ് ഭർത്താവിന്റെ സഹോദരി പറയുന്നത്. എന്നിട്ടും ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയാണ് അവർ. അങ്ങനെയൊന്നുമില്ല ജെസ്സി. ഒരു മിനിറ്റ് പോലും മരിയ അടങ്ങിയിരിക്കില്ല.
ഞാൻ അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല. പറയുമ്പോൾ ജനറൽ നേഴ്സിംഗ് ആണ്. പക്ഷെ പഠിക്കാൻ ഒരു 100 കൂട്ടമുണ്ട്. ഞാൻ പഠിക്കാൻ പറഞ്ഞാലും അവൾ പോയി പഠിക്കില്ല. അടുക്കളയിൽ എന്തെങ്കിലും ചെയ്ത് എന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കും. അവസാനം ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് പോയി പഠിക്കുന്നത്. വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൾ വെറുതെ ഇരിക്കുന്നതായിട്ട് ഞാനും ഇച്ചായനും കണ്ടിട്ടേ ഇല്ല. ഒരിക്കൽ ഇച്ചായൻ എന്നെ വഴക്കുകൂടി പറഞ്ഞു. നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നൊരു കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ എന്നും ചോദിച്ച്. അമലയുടെ ആ മറുപടി ഒട്ടു തന്നെ ജെസ്സിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ സോളമന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ നിമിഷം തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത മതിപ്പാണ് അവന് തോന്നിയത്. ഈ സമയത്ത് മരിയയുടെ അമ്മയായിരുന്നു ഇങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർ അവിടെ മൗനം പാലിച്ച് നിൽക്കുകയാണ്. ആ സ്ഥാനത്താണ് അവൾക്ക് വേണ്ടി തൻ്റെ അമ്മ സംസാരിച്ചത്. അത് വലിയ സന്തോഷമാണ് അവന് നൽകിയത്. എല്ലാ കാലത്തും അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അമ്മ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആ നിമിഷം അവൻ ആഗ്രഹിച്ചു പോയിരുന്നു. അതേപോലെ മരിയയുടെ മുഖവും താഴ്ത്തിയുള്ള നിൽപ്പ് കണ്ടപ്പോൾ വല്ലാത്ത വേദനയും തോന്നിയിരുന്നു. എല്ലാവരും സംസാരത്തിലാണ്. മുറ്റത്ത് നിന്ന് സംസാരിച്ചത് മതി, ഇനി അകത്തേക്ക് കയറിയിരിക്കാം. സന്ദർഭം ഒന്ന് മയപ്പെടുത്താൻ എന്നതുപോലെ ബെറ്റി പറഞ്ഞു. ആ നിമിഷം തന്നെ എല്ലാവരും അകത്തേക്ക് കയറി. ഏറ്റവും അവസാനമാണ് മരിയ അകത്തേക്ക് കയറിയത്. എല്ലാവരും അകത്തേക്ക് പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവളുടെ കൈകളിലൊന്ന് മുറുക്കി പിടിച്ചിരുന്നു സോളമൻ. അടരാൻ വെമ്പുന്ന മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയപ്പോൾ കൈകൾ കൊണ്ട് ഒന്നുകൂടി അമർത്തി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് അവൻ കാണിച്ചു. ആരും കാണുന്നില്ലെന്ന് മനസ്സിലാക്കി അവളുടെ കൈകളിലൊന്ന് തഴുകി താൻ കൂടെയുണ്ടെന്ന് ആശ്വസിപ്പിച്ചു. അത്രയും നേരമേറ്റ എല്ലാ അപമാനങ്ങളും മനസ്സിൽ കെട്ടി നിന്നിരുന്ന ദുഃഖങ്ങൾക്കും ഒരു വലിയ പരിഹാരമായിരുന്നു അവൻ്റെ ആശ്വസിപ്പിക്കലെന്ന് അവൾക്കും തോന്നിയിരുന്നു. ആ നിമിഷം തന്നെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. അതിൽ നിന്ന് തന്നെ തൻ്റെ ആശ്വസിപ്പിക്കലിൽ അവൾ എത്രത്തോളം സന്തോഷം നേടിയെന്ന് അവനും മനസ്സിലാക്കാൻ സാധിച്ചു. ഇരു കണ്ണുകളും അടച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചിരുന്നു സോളമൻ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.